ഇന്നലെ രാത്രി നെതന്യാഹു ഉണ്ടിരിക്കുന്ന നായർക്ക് ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ നെതന്യാഹു ഒരു പ്രഖ്യാപനം, ഇമ്മീഡിയറ്റ് ആൻഡ് പവർഫുൾ അറ്റാക്ക് നടത്തുക ഗാസയിൽ എയർഫോഴ്സിനാണ്. അപ്പൊ അങ്ങനെ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഇവിടെ നമ്മുടെ മീഡിയ വണ്ണിൽ നെഞ്ചത്തടിയും നിലവിളിയും ഇനി കുറച്ചു ദിവസത്തേക്ക് പുകല് തന്നെ. ഒന്നും പറയണ്ട, ആകെ കൂടെ ശോകമൂകമായ അന്തരീക്ഷം. ഗാസയിൽ ബോംബിടുക എന്ന് പറയുന്നതും ബോംബ് വീഴുക എന്ന് പറയുന്നതും മറ്റുള്ള ചാനലുകൾക്ക് വലിയ വാർത്തയൊന്നുമില്ല, ഇത് ദിവസവും ഇടയ്ക്കിടയ്ക്ക് വീഴുന്നതല്ലേ. പക്ഷേ മീഡിയ വണ്ണിന് അങ്ങനെയല്ല. കേരളത്തില് നമ്മൾ ഈ വത്തക്ക രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കരയുന്നു, അവരുടെ പേര് വായിക്കുന്നു, അവർക്ക് വേണ്ടി വിതുമ്പുന്നു, അവരെ ഓർത്ത് പലരും കേഴുന്നു. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. സലീം മുഹമ്മദ് ഹാഷിം ഖല, റഹഫ് മുഹമ്മദ് സലീം സഫി, അഹമ്മദ് മുഹമ്മദ് നാഹിദ് ഹനൂൻ. ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരൊക്കെ മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ നമ്മളിങ്ങനെ വായിക്കപ്പെടുന്നത് സത്യത്തിൽ നമ്മൾ എത്ര ഭാഗ്യം കിട്ടവരാണ്. ആൾക്കാരാ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്തല്ലേ ഉള്ളൂ. ഇതിനൊന്നും നമ്മൾ എതിരല്ല, നമ്മൾക്ക് ഒരു വിഷയവും ഇല്ല കാര്യത്തിൽ. അത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ട് ഗാസയിലെ കുട്ടികൾ മാത്രം നിങ്ങളുടെ റഡാറിൽ പെടുന്നു എന്നൊരു ചോദ്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം സെലക്റ്റീവായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ. ഇപ്പോ ഗാസയിൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മരിക്കുന്ന കുട്ടികളുടെ കണക്ക് പറഞ്ഞ് അവരുടെ പേര് വായിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സംഗമം നടത്തുമ്പോൾ, മറുവശത്തും ഇതേപോലെ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് എത്ര പേരാണ്, അവരുടെ പേരുകൾ എന്താണ്, ഈ കാര്യത്തിനെ കുറിച്ചും നമ്മൾ അറിയാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിരിക്കണം. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ, ഈ ദാസന്റെ കാര്യ എനിക്ക് പ്രധാനം. അതല്ല എങ്കിൽ അത് കേവലം ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്ക് മാത്രമേ ആൾക്കാർ ഇതിനെ കാണുകയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ലേ തോന്നൂ. അതിനവര് കണ്ണി കണ്ടതെല്ലാം നമ്മളെ വിളിക്കുന്നു, അതാണ് ഇതാണ്, നിങ്ങൾ ഞങ്ങളുടെ കണ്ണീരിന് വില കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ അതാണ് ഇതാണ്. പക്ഷെ ഈ വത്തക്ക രാഷ്ട്രീയക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഓഫ്കോഴ്സ് നിങ്ങൾ കുട്ടികൾ ആണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ അത് ഉദാത്തമാണ്, നല്ലതാണ്. പക്ഷെ പ്രശ്നം ഇത് നിങ്ങൾ ചെയ്യുന്നു, ഒരു പ്രാവശ്യം ചെയ്യുന്നു, 9 പ്രാവശ്യം ചെയ്യുന്നു, സ്റ്റിൽ ഓക്കെ. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അവഗണിച്ച് കളയുന്ന ചില കാര്യങ്ങൾ. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉദയം ചെയ്തത് 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്കുണ്ടായിരുന്ന ഏകപക്ഷീയമായിട്ടുള്ള നരനായാട്ടാണ്. വിനാശകാലേ വിപരീത ബുദ്ധി, അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. അതിൽ തന്നെ ഏതാണ്ട് 40-നടുത്ത് കുട്ടികളുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ കുട്ടികൾ കൊല ചെയ്യപ്പെടേണ്ടതായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവരും മറ്റുള്ള ആൾക്കാരെ പോലെ, ഗാസയിൽ തന്നെ മരിക്കുന്ന കുട്ടികളെ പോലെ തന്നെയുള്ള അവകാശങ്ങളുള്ള, ജീവിതം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ കുട്ടികളല്ലേ. അവർക്കും വികാരങ്ങളിലെ, അവരുടെ കുടുംബങ്ങൾക്കും വികാരങ്ങളില്ലേ. അവരോടും നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതല്ലേ, അവരുടെ മരണത്തിലും നമ്മൾ കണ്ണീർ പൊഴിക്കേണ്ടതല്ലേ, അവരുടെ പേരും നമ്മൾ വായിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ നിന്ന് ഈ ഇസ്രയേലിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഇസ്രയേലുകാരായിട്ടുള്ള ഈ 3 ഡസനിലധികം കുട്ടികളുടെ പേര് ആരും വായിക്കാറില്ല, അവരെ കുറിച്ച് പറയാറില്ല. ചോദിക്കാനും പറയാനും നമുക്കാരും ഇല്ലല്ലോ. അത് സമാനമായ സാഹചര്യങ്ങളിൽപ്പെട്ട കുട്ടികൾ, ആ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, അവരുടെ ദൈന്യത, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു പാസീവ് റിമാർക്സ് എങ്കിലും നടത്തേണ്ടതാണ്. ഒരിക്കലെങ്കിലും, വൺസ് ഇൻ ആൻ ഇയർ അറ്റ്ലീസ്റ്റ്, അത് തന്നെ വേണമെന്നില്ല, എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു റിമാർക്ക് നടത്തേണ്ടതാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സെലക്റ്റീവ് ആവുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണലായി ചിന്തിക്കുന്നു എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ്. ഗാസയിൽ കുട്ടികൾ മരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ മനുഷ്യത്വ വികാരം ഉണരേണ്ടതല്ല, മറിച്ച് എവിടെയും, ഈ ലോകത്തെവിടെയും ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരേപോലെ തന്നെയുള്ള മാനുഷിക വികാരങ്ങളാണ് ഉണരേണ്ടത്. ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ്, മനുഷ്യരാശിയുടെ ഒന്നാകെയുള്ള സാഹോദര്യമായിരിക്കണം. അല്ലാതെ തന്റെ മതത്തിൽപ്പെട്ടവരുടെ മാത്രം സാഹോദര്യമായിട്ട് അതിനെ കാണുന്നത് ശരിയല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഗാസയിലുള്ള കുട്ടികളുടെ പേര് മാത്രം വായിക്കുന്നു, ഇസ്രായേലിലുള്ള കുട്ടികളുടെ മരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, അതിനെ നമ്മൾ അപലപിക്കുന്നില്ല. അതാണ് കുഴപ്പം. ആ കുട്ടികളുടെ പേര് നമ്മൾ വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നതിൽ കേവല മാനവികത എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിന്റെ നിറം കൂടി കലരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളായതുകൊണ്ടല്ല ഈ രീതിയിൽ കമ്മ്യൂണൽ പ്രതികരിക്കുന്നത്, കൊന്നത് മുസ്ലിങ്ങൾ അല്ലാത്തത് കൊണ്ടാണ്. അതാണ് പോയിന്റ്. കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണെങ്കിൽ, മുസ്ലിങ്ങൾക്ക് വേണ്ടി കരയാനാണെങ്കിൽ, ഇവിടുത്തെ മുസ്ലിങ്ങള് സിറിയയിലെ കുട്ടികൾക്ക് വേണ്ടി എത്ര തവണ കരഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരിയെങ്കിലും എഴുതിയിട്ടുണ്ടോ? യമനിലെ കുട്ടികൾക്ക് വേണ്ടി, അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ കുറിച്ചോ, ഇറാനിലെ സ്ത്രീകളെ കുറിച്ചോ, ഇവിടുത്തെ സോക്കോൾഡ് ഇപ്പോ വത്തക്കയുമായിട്ട് നടക്കുന്ന ഫെമിനിസ്റ്റുകൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട. എനിക്കത് ക്ഷീണ
നമ്മൾ കോൺഫ്ലിക്റ്റിൽ കൊല ചെയ്യപ്പെടുന്ന നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾക്കൊപ്പമാണ് എങ്കിൽ നിങ്ങൾ അവിടെ വായിച്ചു തുടങ്ങേണ്ടിയിരുന്നത് 2023 ഒക്ടോബർ 7 ഏകപക്ഷീയമായി അകാരണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആ 36-38 ഇസ്രായേൽ കുട്ടികളുടെ പേര് വായിച്ചു വേണമായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹം എന്റെയും അത് നടക്കില്ല, അനുവദിക്കില്ല ഞാൻ. അപ്പൊ ഇവിടെ എല്ലാം നോക്കുക, കൊല്ലപ്പെട്ടതും പീഡനത്തിന് ഇരയാകുന്നതും മുസ്ലിങ്ങളായതുകൊണ്ടല്ല ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്, അല്ലെ സുന്നികളായതുകൊണ്ടും അല്ല ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? കൊല ചെയ്തു എന്നവർ കരുതുന്നത് അമുസ്ലിങ്ങളായതുകൊണ്ട്, ലൈക്ക് ജൂതർ മൂലമാണ് തങ്ങൾക്ക് ഈ പരാജയം വന്നിട്ടുള്ളത്, ഈ പീഡനം വന്നിട്ടുള്ളത് എന്നുള്ള ഒരു മതചിന്തയിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ട് ഗാസയിലെ ഈ ഇവിടെ രചിക്കപ്പെടുന്ന ഈ ഉമ്മത്ത് പ്രൊട്ടസ്റ്റുകളുടെ എല്ലാം ഒരു അടിസ്ഥാനം അതാണ്. ഇതാരാ പറഞ്ഞേ? ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? ഹമാസിന്റെ ആക്രമണത്തിനെയോ ഇസ്രയേലിന്റെ ആക്രമണത്തിനെയോ അംഗീകരിക്കേണ്ട എൻഡോഴ്സ് ചെയ്യേണ്ടുന്ന ഒരു തരത്തിലുള്ള കാര്യവും നമുക്കില്ല. നിന്റെ വൈഫൊന്നുമല്ലല്ലോ, പെങ്ങളൊന്നുമല്ലല്ലോ, ഇത്ര ദണ്ണം. ഹമാസിന്റെ ആക്രമണത്തിനെയോ ഇസ്രയേലിന്റെ ആക്രമണത്തിനെയോ അംഗീകരിക്കേണ്ട എൻഡോഴ്സ് ചെയ്യേണ്ടുന്ന ഒരു തരത്തിലുള്ള കാര്യവും നമുക്കില്ല. അതിനെയാണ് നമ്മൾ അപലപിക്കേണ്ടത്, അതല്ലാതെ ഒരു പക്ഷത്ത് മാത്രം മരിച്ചു വീഴുന്ന കുട്ടികളെ ഓർത്തല്ല നമ്മൾ കണ്ണീർ വാർക്കേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട്. എന്നാലും വേണ്ട, എനിക്ക് എന്റെ കുട്ടികൾ തന്നെയാ വരുന്നത്. അപ്പോൾ ഇതിലൊരു ബയാസ് ഉണ്ട് എന്ന് ആൾക്കാർക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ മാനുഷിക മൂല്യത്തിനേക്കാൾ കൂടുതൽ മുകളിലായിട്ട് രാഷ്ട്രീയമാണ് നിഴലിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ ഇട്ടിച്ചതിന്റെ അസ്ഥിയിലോടിക്കും. ബ്ലഡി ഫൂൾ. ഇസ്രായേൽ പറയുന്നത് അതാണ്, നിങ്ങൾ ഈ പാവങ്ങളാണ്, അതാണ് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. ഈ ഗർഭിണി 2 വർഷം മുമ്പ് ഒക്ടോബർ 7 ഞങ്ങളെ ആക്രമിക്കാൻ നേരത്ത് തുള്ളിച്ചാടിയ അതേ ഗർഭിണിയാണ് ഇപ്പൊ ഈ നിൽക്കുന്നത്. ഇവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. നിത്യഗർഭിണിയാണ്. ഈ കള്ളത്തരവൊന്നും ഇസ്രായേലിന്റെ അടുത്ത് ചിലവാകില്ല. ഇസ്രായേൽ ഈ ഗർഭിണിയെ മാറ്റി നിർത്തിയിട്ട് ചേട്ടാ വെടിവെക്കില്ലേ, എന്താണ് ഈ നിന്റെ വയറ് വീർത്തിരിക്കുന്നത്? അത് ഞാൻ തലയണ വെച്ച് വീർപ്പിച്ചാണ് ചേട്ടാ, ജീവിച്ചു പോകണ്ടേ. ഗസയിൽ ഇസ്രായേൽ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല എന്നുള്ള സ്ഥിതിയാണിപ്പോൾ. ബാക്കി ആരും ഇതിലിടപെടുന്നില്ല എന്ന്. ആർക്കാണെന്നേ വല്ലവൻ്റെയും ഡിസ്പ്യൂട്ട് എടുത്ത് തലയിൽ വയ്ക്കാൻ താല്പര്യം. ഇവിടെ ഈ മീഡിയ വണ്ണിനും പിന്നെ CPM-നും ഒക്കെയാണ് പാലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരെ ഒന്നും അവിടെ അടിച്ചതിനകത്ത് കയറ്റില്ല. ആരാണ് ഇവരൊക്കെ? നിങ്ങളുടെ ആൾക്കാരെന്നാ ഞാൻ കരുതിയത്. ഈ അലവലാദികളോ, ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? മനസ്സിലായി. അതുകൊണ്ട് ഏതായാലും ഗസയിലെ സമാധാന കരാർ താൽക്കാലികമായിട്ടെങ്കിലും വെടിനിർത്തൽ കരാർ ഇല്ലാതെയായിരിക്കുന്നു. നാളെ മുതൽ വാലിബന്റെ സമാധി ആചരിക്കുന്നതായിരിക്കും. സമാധാനമായല്ലോ. കഥം ഇനി കുറച്ച് ദിവസമെങ്കിലും ഈ വെടി പൊട്ടിക്കൊണ്ടേയിരിക്കും. ട്രംപ് പറഞ്ഞു ഇത് ഹമാസ് വാക്ക് പാലിച്ചില്ല, ആ 13 ഡെഡ് ബോഡി കൊടുക്കടാ, 48 മണിക്കൂർ സമയം ഞാൻ തന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാർന്നവരുടെ നിപ്പ്. എന്ത് ചെയ്യും? ഇനി അയാൾക്ക് നിയമമില്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.